കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന് പരാതി. പേരാമ്പ്ര കുത്തുള്ളി സ്വദേശിനി രജനിയാണ് മരിച്ചത്. ശരീരമരവിപ്പും വേദനയുമായി എത്തിയ യുവതിക്ക് ആദ്യം നൽകിയത് മാനസിക രോഗത്തിനുള്ള ചികിത്സയെന്ന് ബന്ധുക്കളുടെ ആരോപണം. രോഗാവസ്ഥ തിരിച്ചറിയാതെ ചികിത്സിച്ചത് ആരോഗ്യസ്ഥിതി മോശമാക്കിയെന്നും ബന്ധുക്കൾ പറയുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ന്യൂറോനെ കാണിച്ച് വരാൻ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ വേദനയും സുഖമില്ലാത്ത പിന്നും വന്നു. പിന്നെ കുറേ ടെസ്റ്റ് എന്തെല്ലോ നടത്തി. പിന്നെ ഇവർക്ക് ഇങ്ങനെ വേദന കൂടുകയെന്നല്ലാണ്ട് ഒന്നും കുറയുന്നില്ല. പിന്നെ ഒരു ദിവസം പിന്നെ ഫുള്ള് കാഷ്വാലിറ്റി തന്നെ വരാന്തി കിടന്നതാണ്. തീരെ നടക്കാനാത്തൊരവസ്ഥയിൽ പിന്നെ പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എല്ലാം കൂടി എനിക്ക് പറയാനൊരു വല്ലാത്തൊരു ഇതുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിരിക്കുന്നു. സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് 4 പകലും 3 രാത്രി ഞാൾ കാഷ്വാലിറ്റി തന്നെയുണ്ട്. ആ CCTV നോക്കി കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും. കാഷ്വാലിറ്റിയിൽ നിന്ന് ഡോക്ടർമാരെ അപാകത കൊണ്ട് വന്നാണ് ഈ രോഗി മരണത്തിലേക്ക് പോയത്. അതിനെക്കൊണ്ട് എന്താണ് രോഗകാരണം ഞങ്ങൾക്ക് അറിയണം. പിന്നെ ഓക്ക് ചികിത്സ കിട്ടാത്തതിൻ്റെ ഇങ്ങനത്തെ ഡോക്ടർമാർ കാഷ്വാലിറ്റി ഉണ്ടായിട്ട് കാര്യമല്ലല്ലോ. പിന്നെ കാഷ്വാലിറ്റിയിൽ പഠിച്ചിറങ്ങിയ കുട്ടികളെ കൊണ്ടല്ലല്ലോ ഇങ്ങനെ ഒരു രോഗി വന്നാൽ അതിൻ്റെ ലക്ഷണം നോക്കി പറയാൻ അറിഞ്ഞൂടാത്ത ഡോക്ടർമാർ കാഷ്വാലിറ്റിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇനിയും വരികയല്ലേ. കൂടുതൽ വിവരങ്ങളുമായി ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, വീണ്ടും ഒരു ചികിത്സാ പിഴവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? ആതിര, കഴിഞ്ഞ നവംബർ 4-ാം തീയതിയാണ് ഇവർ അസുഖവുമായി ശരീരമരവിപ്പും വേദനയുമായി മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള ചികിത്സ നൽകിയില്ല, അവരുടെ രോഗത്തിനുള്ള ചികിത്സ നൽകിയില്ല എന്നാണ് രോഗികളുടെ പരാതി. 4-ാം തീയതി വന്നതിന് ശേഷം അവരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ചികിത്സ നൽകി അവരെ തിരിച്ചു വിടുകയുമായിരുന്നു. പിന്നീട് വീണ്ടും അസുഖം കൂടിയതിനെ തുടർന്ന് അവർ പേരാമ്പ്ര സ്വദേശിയായ രജനിയാണ്. അവർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. ഇവിടെ ചികിത്സ തേടുന്നു. ചികിത്സയിൽ അവർക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് ആദ്യം നൽകിയത്. അവർക്ക് അവരുടെ രോഗം നിർണ്ണയിക്കാനോ അവർക്ക് അതിനുള്ള ചികിത്സ നൽകാനോ മെഡിക്കൽ കോളേജിന് കഴിഞ്ഞില്ല എന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇന്ന് രാവിലെയാണ് രജനി മരണപ്പെടുന്നത്. രാവിലെ അതിനുശേഷം ബന്ധുക്കൾ നമ്മളുമായി സംസാരിച്ചിരുന്നു. ബന്ധുക്കൾ അതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അവർ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇവർ പേരാമ്പ്ര പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പേരാമ്പ്ര പോലീസ് ഇതിൽ FIR ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടെ തന്നെ രാവിലെ ഇവിടെ BJPയുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായി. അവർ കൂടുതൽ പ്രതിഷേധത്തിന് ആലോചിക്കുകയാണെന്ന് BJP പ്രവർത്തകർ നമ്മളോട് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആതിര, അതുപോലെ തന്നെ ആശുപത്രി അധികൃതരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ? ആതിര, ഇതുവരെ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഒന്നും ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അവർ അവർ പരാതി നൽകിയിരുന്നു. അതുപ്രകാരം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ റിപ്പോർട്ടിനെ ആവശ്യപ്പെട്ടിരുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും ബന്ധുക്കളെ ഇതുവരെ ഇതൊന്നും അറിയിച്ചിട്ടില്ല. ബന്ധുക്കളോട് കാരണം വിശദീകരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നടപടിക്കോ ഇതുവരെ ആശുപത്രി അധികൃതർ നീങ്ങിയിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവർ രാവിലെ നമ്മളുമായി സംസാരിച്ചിരുന്നു. രാവിലെ തന്നെ പ്രതിഷേധം നടത്തുമെന്ന രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത്. അവരിപ്പോൾ മൃതദേഹവുമായി ആശുപത്രിക്കകത്താണ്. ആതിര, കോഴിക്കോട് വീണ്ടും ചികിത്സാ പിഴവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വിവരങ്ങൾ നൽകിയത് ദൃശ്യ പുതിയടത്താണ്.